ഏറെ ആഘോഷത്തോടെ ബി.ജെ.പി. സ്വീകരിച്ച ഒരു നേതാവായിരുന്നു പത്മജ വേണുഗോപാൽ. ഏറ്റവും ഒടുവിൽ ജയസൂര്യൻ സാർ ഇതാ ബി.ജെ.പിയുടെ ഭാരവാഹി പട്ടിക പുറത്തു വന്നു. അവിടെയും പത്മജ വേണുഗോപാലിന്റെ പേരില്ല. അതിന് അവർ സോഷ്യൽ മീഡിയകളിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബി.ജെ.പി. ഭാരവാഹി പട്ടികയിൽ പത്മജ വേണുഗോപാൽ ഇടം പിടിക്കാതെ പോയത്? ശ്രീമതി പത്മജ വേണുഗോപാൽ വന്ന സമയത്ത് തന്നെ ഈ ചോദ്യം അവരോട് എല്ലാ മാധ്യമങ്ങളും ചോദിച്ചതാണ്. നിങ്ങൾക്ക് ഏത് പോസ്റ്റാണ് ഓഫർ ചെയ്തിരിക്കുന്നത്? പാർട്ടിയുടെ ഏത് പദവിയാണ് കിട്ടുക? അതോ മറ്റെന്തെങ്കിലും പദവിയാണോ ലഭിക്കുക? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ബി.ജെ.പിയിലേക്ക് വരാനുള്ള കാരണം? ഏത് കാരണം കൊണ്ടാണ് ബി.ജെ.പിയിലേക്ക് ആകർഷിക്കപ്പെട്ടത്? ഇതൊക്കെ മാധ്യമങ്ങൾ അത് ചോദിച്ചിരുന്നു. പല ചോദ്യങ്ങളും ചോദിക്കുന്ന സമയത്ത് എനിക്കത് നേരിട്ട് കേൾക്കാനും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പത്മജ വേണുഗോപാൽ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു പദവിയോ ഏതെങ്കിലും ഒരു നേതൃസ്ഥാനമോ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ബി.ജെ.പിയിലേക്ക് വന്നത്. ബി.ജെ.പി. എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഇന്ത്യയിൽ എന്തെങ്കിലും പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യാനും ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിയൂ എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ബി.ജെ.പിയിലേക്ക് വന്നത്. അല്ലാതെ ഏതെങ്കിലും സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ല എന്നാണ് അന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. അപ്പോ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് വരുമ്പോൾ അവർക്ക് സ്ഥാനമൊന്നുമില്ല എങ്കിൽ പോലും, അവരൊരു മെമ്പർ മാത്രമാണ് എങ്കിൽ പോലും, പാർട്ടി പരിപാടികളിലും പാർട്ടിയുടെ വേദികളിലും പൊതുവേദികളിലും പാർട്ടി പത്മജ വേണുഗോപാലിനെ എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്തത് എന്നുള്ളത് ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സംസ്ഥാന തലത്തിലുള്ള പാർട്ടി പരിപാടികൾ നടക്കുമ്പോഴും അവർക്ക് വേദിയിൽ പോലും ആവശ്യത്തിന് ഉള്ള പരിഗണന കൊടുത്തു. ഇലക്ഷൻ പ്രചരണങ്ങളിൽ അവരെ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. അവരുടെ സേവനം ഉപയോഗപ്പെടുത്തി. മാധ്യമങ്ങളും അവരെ വേണ്ടവിധം സഹായിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു പദവി പാർട്ടിയിലില്ല എന്നിട്ട് പോലും ഒരു കേവലം ബി.ജെ.പി. മെമ്പർ ആയിട്ടുള്ള പത്മജ വേണുഗോപാൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും പാർട്ടിയുടെ പ്രവർത്തന പദ്ധതികളിൽ, അതായത് ഇലക്ഷൻ അടക്കമുള്ള പ്രവർത്തന പദ്ധതികളിൽ സജീവമായി പങ്കെടുക്കാനും പാർട്ടി ക്ഷണിക്കപ്പെടുന്ന എല്ലാ പാർട്ടി പരിപാടികളിലും എത്തിച്ചേരാനും ഒക്കെ തന്നെ അവർ അങ്ങേയറ്റം ശ്രദ്ധിച്ചു. ഒരിക്കൽ പോലും ഒരു പരിഭവം, അല്ലെങ്കിൽ എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എന്നെ പരിഗണിച്ചില്ല എന്നൊരു പരാതി ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇതിന്റെ ഒരു കാരണം, നമ്മൾ ഈ ചോദ്യം നീതു ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പൊതുവെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഒരാൾ പിരിഞ്ഞ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത് കൂടുതൽ നല്ല സ്ഥാനങ്ങൾ കിട്ടാനോ കൂടുതൽ വലിയ പദവികൾ കിട്ടാനോ അധികാരം കിട്ടാനോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ബി.ജെ.പി. എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അതായത് കോൺഗ്രസ് ഉണ്ടായി, അത് പിളരാനധികം നാളുകൾ വേണ്ടി വന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി, അത് പിളരാനധികം കാലം വേണ്ടി വന്നില്ല. പക്ഷെ നോക്കൂ, ഈ ബി.ജെ.പി. ഉണ്ടായിട്ട് ഇപ്പോ ഏതാണ്ട് 75 കൊല്ലമായി. ബി.ജെ.പി. എന്ന പേര് സ്വീകരിച്ചത് 1980-ലാണെങ്കിലും 1950 മുതൽ ഈ ബി.ജെ.പി. ജനസംഘം എന്ന പേരിൽ ഈ രാജ്യത്തുണ്ട്. അപ്പൊ 1950 മുതൽ 2025 വരെ എടുത്താൽ 75 വർഷമായി, 3/4 നൂറ്റാണ്ടായി. ഈ 3/4 നൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ പോലും ഈ പാർട്ടി പിളർന്നിട്ടില്ല. ഈ പാർട്ടിയിൽ നിന്ന് പലരും പുറത്തു പോയിട്ടുണ്ട്. ഇപ്പൊ ഉമാഭാരതി പുറത്തു പോയിട്ടുണ്ട്. അങ്ങനെ പലരും പുറത്തു പോയിട്ടുണ്ട്. എന്തിനേറെ, ഈ പാർട്ടിയുടെ വലിയ ഒരു അഖിലേന്ത്യാ നേതാവ് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ പേര് ബൽരാജ് മധോക് എന്നാണ്. അതായത് പാർട്ടി ഉണ്ടാക്കിയ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച പാർട്ടിയുടെ ആദർശ സംഹിതകളും പ്രത്യയശാസ്ത്രവും ഒക്കെ രൂപപ്പെടുത്തിയ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയും കഴിഞ്ഞ് പാർട്ടി ശക്തിപ്പെടുന്ന, കുതിച്ചു ചാടി മുന്നേറുന്ന സമയത്ത് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ ബൽരാജ് മധോക്. ഇപ്പൊ ആ പേര് പോലും കേട്ടാൽ ആരും ഓർമ്മയില്ല. പക്ഷെ ഈ ബൽരാജ് മധോക് എന്ന് പറഞ്ഞാൽ ഞാൻ ചുരുക്കി അവതരിപ്പിക്കാം. ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും കൂടെ ഒന്നിച്ചു കൂടിയാൽ എത്ര കരുത്തുണ്ട്, എത്ര നല്ല പ്രസംഗമാണ്. അത്രയും അതിമാനുഷനായ അതിഗംഭീരനായ നേതാവായിരുന്നു ബൽരാജ് മധോക്. അദ്ദേഹം അന്നത്തെ ജനസംഘം വിട്ടുപോയി. ജനസംഘം വിട്ടുപോയിട്ട് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള നിലയിൽ വിസ്മൃതിയിൽ ആണ്ടുപോയി. അതിനുശേഷം 1980 ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിൽ ജനസംഘം പുനരവതരിച്ചു. അതിനുശേഷം കല്യാൺ സിംഗ് വിട്ടുപോയി, വലിയ ആളായിരുന്നു. ഉമാഭാരതി വിട്ടുപോയി, വലിയ ആളായിരുന്നു. യെദിയൂരപ്പ വിട്ടുപോയി, വലിയ ആളായിരുന്നു. ഇവരൊക്കെ പോയിട്ട് ഓരോ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അതായത് ഒരു പിളർപ്പ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അധികാരം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിയല്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അതിന് അധികാരം വേണം. പക്ഷെ ലക്ഷ്യം അധികാരമല്ല.
അധികാരത്തിനും അപ്പുറം രാഷ്ട്രത്തിന്റെ പരമവൈഭവം എന്ന് പറയുന്ന മഹത്തായ ഒരു ലക്ഷ്യം പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ എല്ലാം പാർട്ടി പഠിപ്പിക്കാറുണ്ട്. അത് സ്വീകരിക്കാൻ കഴിയുന്നവർ പാർട്ടിയിൽ നിന്നാ മതി എന്ന് ഉറപ്പിച്ച് പറയാറുണ്ട്. മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളിൽ കടന്നു വന്ന് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പുറത്ത് മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ BJPക്കകത്ത് അറിയപ്പെടുന്ന ആൾക്കാരെക്കാൾ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ പേര് പത്രത്തിൽ വരാതെ, ഫോട്ടോ പത്രത്തിൽ വരാതെ, ഒരു വീഡിയോയിൽ പോലും പ്രത്യക്ഷപ്പെടാതെ പണിയെടുക്കുന്നുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന ആരെയാണ്? MLA മാർ, MP മാർ, മന്ത്രിമാർ, പാർട്ടിയുടെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റുമാർ, അല്ലെങ്കിൽ ചാനലിലൊക്കെ പോകുന്ന വക്താക്കൾ, ഇവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവരെക്കാളൊക്കെ 10 മടങ്ങ് കരുത്തുള്ള, ശേഷിയുള്ള ആൾക്കാര് യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും പ്രതീക്ഷിക്കാതെ തന്റെ പേരോ പടമോ പത്രത്തിലോ ചാനലിലോ വരാതെ നിശബ്ദരായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇന്ന് നമ്മൾ കാണുന്ന കേന്ദ്ര മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, MP മാർ, MLA മാർ അടക്കമുള്ള BJPയുടെ നേതാക്കന്മാരെക്കാൾ 10 മടങ്ങ് കരുത്തുള്ള നേതാക്കന്മാർ നിസ്വാർത്ഥമായിട്ട് ഈ BJPക്കകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പാർട്ടിയിലേക്ക് വരുന്ന, ഇപ്പൊ കോൺഗ്രസിൽ നിന്നോ CPM-ൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ പാർട്ടിയിലേക്ക് വരുന്ന ആൾക്കാർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോവാണ്. ഇപ്പൊ കേരളത്തിൽ പലരും ചോദിക്കാറുണ്ടല്ലോ, കേരളത്തില് ഒത്തിരി മുൻ ഉദ്യോഗസ്ഥന്മാർ വന്നു, IPS-കാർ വന്നു, IAS-കാർ വന്നു, എന്നിട്ട് അവർക്കൊന്നും കൊടുത്തില്ലല്ലോ. ഈ ചോദ്യം പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് ചോദിക്കൂ, അപ്പൊ അവര് പറയും അവിടെ ചെല്ലാൻ കഴിഞ്ഞത് തന്നെ, BJPയിലൊന്ന് അംഗമാകാൻ കഴിഞ്ഞത് തന്നെ, അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമാണ്. ഞങ്ങള് ഏതെങ്കിലും ഒരു പദവി അല്ല പ്രതീക്ഷിക്കുന്നത് എന്ന്. ഞാനിത് സൂചിപ്പിച്ചത്, ഇത് പത്മജ വേണുഗോപാലിനും ബോധ്യമായിട്ടുണ്ട്. ഇത് പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ. അവര് മോശക്കാരിയല്ലോ, സാക്ഷാൽ കരുണാകരന്റെ മകളല്ലേ, അല്ലെങ്കിൽ മുരളീധരന്റെ സഹോദരിയല്ലേ. രാഷ്ട്രീയം പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് BJP എന്താണെന്ന് ശരിക്കും പഠിച്ചിട്ടാണ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തിയത്. അതുകൊണ്ട് പദവികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു തർക്കമോ പിണക്കമോ അല്ലെങ്കിൽ പോരാ എന്നുള്ള ഒരു ചിന്തയോ പത്മജ വേണുഗോപാലിന് ഉണ്ടാകാനേ പോകുന്നില്ല. അതാണ് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യേകത. എന്തായാലും BJPയിൽ പത്മജ വേണുഗോപാലിന് എന്തുകൊണ്ട് ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. അതുപോലെ തന്നെ അവശേഷിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് ജയസൂര്യൻ സാർ. ഡൽഹി ഗവർണറാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയ ഗവർണർമാരുടെ ഒരു ലിസ്റ്റ് രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ളയെ ഉൾപ്പെടെയുള്ള ഗവർണർമാരെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുകയും ചെയ്തിരുന്നു. അതൊരു 5 വർഷം കൂടുമ്പോൾ നടത്തുന്ന രാഷ്ട്രപതിയുടെ കൃത്യമായി നടന്നു വരുന്ന ചില കാര്യങ്ങളാണ്. അവിടെയും പത്മജ വേണുഗോപാലിന്റെ പേര് ഉയർന്നു കേട്ടില്ല എന്നുള്ളൊരു വിമർശനമുണ്ട്. പാർട്ടി വിത്ത് ഡിഫറൻസ് എന്നാണ് BJPയെ കുറിച്ച് അറിയപ്പെടുന്ന ഒരു കാര്യം. പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തതയുള്ള ഒരു പാർട്ടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ചില അത്ഭുതങ്ങൾ ഞാൻ പറയാം പാർട്ടിക്കകത്ത്. ഇപ്പൊ ഡൽഹി മുഖ്യമന്ത്രി ആരാകും? ധാരാളം പേരുകൾ പത്രങ്ങളിലും ചാനലുകളിലും പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. ഇവരുടെ ആരുടെയും റഡാറിൽ പതിയാത്ത ഒരു സ്ത്രീയാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാകും? എല്ലാ പണ്ഡിതന്മാരും ചാനലുകളും ചർച്ച ചെയ്തു. പക്ഷെ ആരും അറിയാത്ത ഒരു വ്യക്തിയാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് എല്ലാവരും ചർച്ച ചെയ്തു. പക്ഷെ ആർക്കും പിടികിട്ടാത്ത ഒരാളാണ് മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. മഹാരാഷ്ട്രയില് മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താഴോട്ട് മാറിയിരുന്നിട്ട് മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കി. ഞെട്ടിപ്പോയി. വേറൊരു രാഷ്ട്രീയ പാർട്ടി നടക്കുന്ന കാര്യമാണ് ഇത്. BJPയിൽ അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നയാള് താഴെ ഉപമുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയും ഒന്നുമല്ലാതിരുന്ന ഒരാൾ തന്റെ തലയ്ക്ക് മുകളിൽ കയറി മുഖ്യമന്ത്രിയാവുകയും ചെയ്തപ്പോൾ ഫട്നാവിസ് അത് നടപ്പാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ആ ഫോർമുല വിജയിപ്പിച്ചു. ഇതാണ് BJP. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ആരെ എപ്പോൾ എവിടെ ചെല്ലുമെന്നൊന്നും അറിയില്ല. ഞാൻ 2 ഉദാഹരണങ്ങളും കൂടെ പറയാം. കേരളത്തിനകത്ത് ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായി. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണ് 2 ദിവസം മുമ്പ് ഡൽഹിയിൽ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോകണം എന്നുള്ള അറിയിപ്പ് വന്നു. എനിക്കും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, ജോർജ് കുര്യൻജിക്കും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഡൽഹിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല, ഇവിടെ അതുപോലെ തിരക്കാണ്, അതുകൊണ്ട് ആ വലിയ പ്രോഗ്രാമിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുകയാണ്, എനിക്ക് ഡൽഹിയിൽ പോകാനുള്ള യാതൊരു സാഹചര്യവും ഇപ്പോൾ ഇല്ല, അത്ര തിരക്ക് ഇവിടെയുണ്ട്. പിന്നെ അത്ര ഒരു വലിയ സമ്മേളനമായതുകൊണ്ട് നമ്മളിപ്പോ ചെന്നില്ലെങ്കിലും നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെന്ന് അറിയിച്ചാൽ നമുക്ക് അവധി കിട്ടുമായിരിക്കും
എന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, പെട്ടെന്ന് ഡൽഹി ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. കാരണം അവിടെ വലിയ സമ്മേളനമാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ്സിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വിളിക്കാറുള്ളതാണ്. അങ്ങനെ വിളിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി അവിടെ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തോട് പാർട്ടി ഹെഡ് ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ പണി കിട്ടി, എന്തോ ഡ്യൂട്ടി വരുന്നുണ്ട്, അക്കോമഡേഷൻ ആയിരിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയുന്നത്. അക്കോമഡേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ആയിരിക്കും, മീറ്റിംഗിന്റെ പ്രോട്ടോകോൾ നോക്കലായിരിക്കും. എന്തായാലും പോവാം എന്ന് കരുതി അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു, നിങ്ങളോട് ഓഫീസിൽ വന്ന ഉടനെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് എന്തോ പന്തികേട് തോന്നുന്നത്. ഇത് വർക്കൊന്നുമല്ല, മറ്റെന്തോ സീരിയസ് ഡ്യൂട്ടിയാണ്. ഉടനെ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്തി. പ്രധാനമന്ത്രിയുടെ വീട്ടിലെത്തിയപ്പോൾ പരസ്പരം ബന്ധമില്ലാത്ത വലിയ പരിചയമില്ലാത്ത കുറെ പേര് അവിടെ ഇരിക്കും. അപ്പോ അവര് തമ്മിൽ സംസാരിക്കുകയാണ്, എന്തിനാ ഇവിടെ വന്നത്? ആർക്കും അറിയില്ല എന്തിനാണ് ഇവിടെ വന്നത്. അവർ പരസ്പരം ആർക്കും അറിയില്ല എന്തിനാ വിളിക്കപ്പെട്ടത്, ആർക്കും അറിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവിടെ ക്ഷണിക്കപ്പെട്ടവരെല്ലാം പിറ്റേ ദിവസം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം എന്നോട് പറയാണ്, എന്റെ കയ്യിൽ പകരം ഒരു മുണ്ടും ഷർട്ടും പോലും ഉണ്ടായിരുന്നില്ല. മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തലേ ദിവസം ഉടുത്തോണ്ട് പോയ മുണ്ടും ഷർട്ടും ഇട്ട് ചെല്ലേണ്ട ഗതികേട് വരുമല്ലോ എന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞപ്പോ, അതിപ്പോ കടയിലോട്ട് ഇറങ്ങി ഒരെണ്ണം വാങ്ങിച്ചാൽ പോരെ എന്നായിരുന്നു മറുപടി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കടയിൽ നിന്ന് വാങ്ങിച്ച മുണ്ടും ഷർട്ടും ഇട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയത്. ശ്രദ്ധിച്ചായിരുന്നോ ജയസൂര്യൻ? ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ ലാസ്റ്റ് ആണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ മുണ്ടു കൊണ്ടുവന്ന് തേച്ച് ഉടുത്തോണ്ട് വരണ്ടേ, സമയം കിട്ടിയില്ല. ഇതാണ് BJP. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. സദാനന്ദ മാഷ് MP ആകും എന്ന് അദ്ദേഹം അല്ല ആരും വിചാരിച്ചില്ല. ഇതാണ് BJP. അപ്പൊ അങ്ങനെ ഒരു BJPയിലേക്ക് ആര് തന്നെ കടന്നു വന്നാലും അവരെന്താകുമെന്ന് തീരുമാനിക്കുന്നത് അവരല്ല, മാധ്യമങ്ങളല്ല, പൊതുസമൂഹമല്ല. അതിനുള്ളൊരു പാർട്ടി സംവിധാനം BJPക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആരും ഏത് നിമിഷവും എന്തും ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സർവസജ്ജമായ ആൾക്കാരുടെ ഒരു പാർട്ടിയാണ് BJP. ആ BJPയിലേക്ക് പത്മജ വേണുഗോപാൽ എന്നല്ല ആര് തന്നെ വന്നാലും അവർക്ക് ഈ വസ്തുതകൾ അറിയാവുന്നവരാണ്. അവരിത് പഠിച്ചിട്ട് തന്നെയാണ് BJPയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചോദ്യം മീഡിയക്കോ മറ്റുള്ളവർക്കോ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കാമെന്നല്ലാതെ യാതൊരു ഫലവുമില്ല. കാരണം പാർട്ടി എന്ന് പറയുന്നത്, BJP എന്ന് പറയുന്നത് ഡിഫറന്റ് ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതിന്റെ ധാർമ്മിക അടിത്തറ അതാണ്. അതിന്റെ കാരണം എന്താണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അധികാരമല്ല BJPയുടെ ലക്ഷ്യം. ഈ രാഷ്ട്രത്തിന്റെ, ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ പരമവൈഭവമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും മനസ്സിലാവുന്ന വാക്കല്ല. രാഷ്ട്രത്തിന്റെ പരമവൈഭവം, ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രത്തിന്റെ പരമവൈഭവം എന്ന വാക്കിന്റെ അർത്ഥം ഇവിടുത്തെ ഒരു മീഡിയയ്ക്കും മനസ്സിലാവുന്ന വാക്കല്ല. പക്ഷേ അത് ഞങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭാരതം അഭിമാനകരമായി ലോകത്തിന്റെ മുമ്പിൽ ഇപ്പൊ തല ഉയർത്തി മുന്നോട്ട് പോകുന്നത്. എന്തായാലും പത്മജ വേണുഗോപാലിന്റെ കാര്യത്തിൽ BJP എന്ത് ചെയ്യും എന്നുള്ളത് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. വേണ്ട സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പാർട്ടിക്കകത്ത് നടക്കുക എന്നാണ് ജയസൂര്യൻ സാറിന്റെ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ബാക്കി എല്ലാ സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ ഉയരുന്ന വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണുള്ളത് താനും. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ.